ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഒരുപാട് നാൾക്ക് ശേഷം ഒരു വ്ളോഗായിട്ട് ഞാൻ വന്നിരിക്കുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ആക്ച്വലി എപ്പോഴത്തെയും പോലെ സ്റ്റഡി വ്ളോഗ് തന്നെയാണ്. ഇത് മൺഡേയിലെ വ്ളോഗാണ്. ഞാൻ യൂഷ്വലി മൺഡേയിലാണ് അടുത്ത എക്സാമിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ തുടക്കം തന്നെ എൻ്റെ ഫുൾ കാൽക്കുലേഷൻ തെറ്റിയ ദിവസമാണ്. ഞാൻ രാത്രി ഉറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാനും ലേറ്റായി. 8:30 ഞാൻ എണീറ്റ് വന്നപ്പോൾ. അപ്പോൾ തന്നെ ആ ദിവസത്തെ ഒരു 3-3.5 മണിക്കൂർ ഞാൻ പഠിക്കുന്നത് പോയി കിട്ടി. പിന്നെ ഫുള്ള് മൂഡ് ഔട്ടായി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഫുള്ള് മൂഡ് ഔട്ടായി എന്ന് വെച്ചാൽ ഇനിയൊന്നും ചെയ്യാനും തോന്നുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെയും എന്നെ പുഷ് ചെയ്ത് 10 മണിയായപ്പം പഠിക്കാനിരുന്നു. അപ്പം ഞാൻ ഒരു തുടക്കത്തിൽ ഒരിച്ചിരി ഈസിനെസ് കിട്ടാൻ വേണ്ടി ഞാൻ ബയോളജിയാണ് എടുത്തത്. ഫസ്റ്റ് ഞാൻ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്നുള്ള ചാപ്റ്റർ എളുപ്പമുള്ള ചാപ്റ്ററാണല്ലോ, എനിക്ക് പൊതുവെ ഇഷ്ടമുള്ള ചാപ്റ്ററാണത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ NCERT വായിക്കുകയാണ് ചെയ്തത്. ഞാൻ കുറച്ച് പതിയെ സമയമെടുത്ത് വായിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ടേബിളിൽ നിന്നൊക്കെ മാറി നല്ല സൺലൈറ്റൊക്കെ ഉള്ള സ്ഥലത്ത് വന്നിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് പഠിക്കണമല്ലോ. അപ്പോൾ ഞാനത് വായിക്കുകയാണ്. അത് ഞാനൊരു 1 hour 10 മണി തൊട്ട് 11 മണി വരെയൊക്കെ ആ ഒരു 1 hour സമയം കൊണ്ടാണ് അത് വായിച്ചത്. നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിക്കുകയും കൂടി ചെയ്തു. ഇന്നത്തെ ടു ഡു ലിസ്റ്റിലുള്ള ചാപ്റ്ററും കൂടി ആയിരുന്നു ഇത്. പിന്നെ ഞാൻ ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ്സൊന്നും കാണാൻ നിന്നില്ല. കഴിഞ്ഞ ലാസ്റ്റ് ഇയർ ക്ലാസ്സൊക്കെ കണ്ട് പഠിച്ചതാണ്. ഒരുപാട് തവണ റിവൈസൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഈ വട്ടം വായിക്കുമ്പോൾ ജസ്റ്റ് റിവൈസ് ചെയ്യുന്ന പോലെ തോന്നുള്ളൂ. ഒന്നും പുതിയതായിട്ട് പഠിക്കുന്ന പോലെ ഒന്നും നമുക്ക് തോന്നത്തില്ല. എവിടേക്കോ മറന്നുപോയത് വീണ്ടും റീകളക്ട് ചെയ്തെടുക്കുന്ന പോലെ തോന്നുന്നുള്ളൂ. എന്നാലും ഞാൻ അത്യാവശ്യം സമയമെടുത്ത് തന്നെയാണ് വായിച്ചത്. ഈ 1 hour കൂടുതലാണ് ഈ ചാപ്റ്ററിന്. കാരണം ഞാൻ ലാസ്റ്റ് ഇയർ എക്സാമിൻ്റെ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും 15 മിനിറ്റൊക്കെ കൊണ്ട് ഈ ചാപ്റ്റർ റിവൈസ് ചെയ്യുമായിരുന്നു. എന്നാലും പെട്ടെന്ന് പുതിയതായിട്ട് വീണ്ടും തുടങ്ങല്ലേ എന്ന് വിചാരിച്ച് 1 hour എടുത്തിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രിപ്പറേഷൻ എങ്ങനെ പോകുന്നു? ഇപ്പം 2024 എന്തായാലും തീർന്നു. ഇനി ഓൺലി 1 day ലെഫ്റ്റ്. അപ്പോൾ എല്ലാവരുടെയും പ്രിപ്പറേഷനൊക്കെ നന്നായിട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള 4 മാസമാണ് ശരിക്കുമുള്ള ക്രൂഷ്യൽ ടൈം. എല്ലാവർക്കും അതറിയാമെന്ന് വിചാരിക്കുന്നു. ഞാനായിട്ട് എന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കാണ്ട് വേറൊരു ചിന്തകളിലേക്കൊന്നും പോകാണ്ട് അത്രയും ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. അതാണ് 4 മാസത്തിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ബയോഡൈവേഴ്സിറ്റി ചാപ്റ്ററാണ് എടുത്തത്. ഇതും എനിക്കിഷ്ടമുള്ള ചാപ്റ്ററാണ്. ഈവൻ ദോ കുറേ നമ്പേഴ്സിൻ്റെ ഇത് ഓർത്തിരിക്കണമെങ്കിലും എനിക്കിഷ്ടമാണ്. ഇതിൻ്റെയും ക്ലാസ് ഞാൻ കണ്ടില്ല. ഞാൻ ലാസ്റ്റ് ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞ് 1/2 മണിക്കൂർ ബ്രേക്ക് എടുത്തിട്ടാണ് ഇത് വായിച്ചത്. അപ്പോൾ ഞാൻ 1 മണിക്കൂർ പഠിച്ചിട്ട് 1/2 മണിക്കൂർ ബ്രേക്ക് എടുത്തു. അത് ചില ദിവസങ്ങൾ അങ്ങനെയാണ്. മടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയായിരിക്കും. പക്ഷേ ഇങ്ങനെ അങ്ങനെ മടി പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഇത്രയും ബാഡ് ഡേ ആയിരുന്നിട്ടും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ എന്നെ പുഷ് ചെയ്ത് പിന്നെയും പഠിക്കാനിരിക്കുകയായിരുന്നു. അതാണ് ആ ഒരു 1/2 മണിക്കൂർ ബ്രേക്കൊക്കെ ആയത്, അത്രയും നീണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ബയോഡൈവേഴ്സിറ്റിയുടെ NCERT വായിക്കുകയാണ്. ഇതും വായിച്ച് ക്വസ്റ്റ്യനും ഉച്ചത്തെ ബ്രേക്കിനുള്ളിൽ തീർക്കണം എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. 10 മണി തൊട്ട് ഏകദേശം 1:30 വരെയുള്ള ടൈമിൽ 2 ചാപ്റ്റർ വായിക്കുക, അതിൻ്റെ 2ൻ്റെയും ക്വസ്റ്റ്യൻസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ലെക്ചർ കാണാനുണ്ട്, ഫിസിക്സൊക്കെ. അത് കാണണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഉച്ചക്കത്തെ ബ്രേക്കിനുള്ളിൽ ഇത് തീർക്കണം എന്നാണ്. ഏകദേശം സമയം ഉണ്ടായിരുന്നു അത്യാവശ്യം. 2 ചാപ്റ്റർ വായിച്ചാൽ മതിയല്ലോ. പിന്നെ അതിനെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസും കൂടി ചെയ്യുക. പിന്നെ ചാപ്റ്റർ വായിക്കാൻ ഞാൻ കുറച്ച് സമയം ഇരുത്തി വായിക്കുകയാണ് ചെയ്തത്. പെട്ടെന്ന് വായിച്ച് വിട്ടില്ല. റിവൈസ് ചെയ്യുന്നത് പോലെ കുറച്ച് സമയം എടുത്താണ് വായിച്ചിട്ടുള്ളത്. പിന്നെ ബയോഡൈവേഴ്സിറ്റി വായിക്കാൻ കുറച്ചുകൂടി ടൈം എടുത്തു. നമ്പേഴ്സൊക്കെ ഓർത്തെടുക്കാനും വേണ്ടി ടൈം എടുത്തു. പിന്നെ അപ്പോഴേ നിങ്ങളുടെയൊക്കെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയുണ്ട്, നന്നായിട്ട് പോകുകയാണോ? അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാവരും ട്രാക്കിലാകുന്ന ടൈമായി. ഇനിയിപ്പോൾ ഒരു ഫൈനൽ ലാപ്പാണല്ലോ ഉള്ളത്. നമ്മുടെ അടുത്തൊരു വർഷം എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് തന്നെ ആദ്യത്തെ ഒരു 4 മാസം നമ്മളെടുക്കുന്ന എഫേർട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 4 മാസം നമുക്ക് വെക്കേഷൻ മോഡായിരിക്കും. അത് കഴിഞ്ഞ് പിന്നത്തെ 4 മാസമാണ് നമ്മൾ പ്രോബബ്ലി കോളേജിലൊക്കെ കയറാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ 4 മാസമാണ് ക്രൂഷ്യൽ സമയം. അപ്പോൾ എല്ലാവരും ട്രാക്കിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും റിവിഷനും കൂടി നന്നായിട്ട് കൊണ്ടുപോകുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ ജനുവരിയിൽ ബ്രില്യൻറ്റിൽ മോഡൽ എക്സാംസ് തുടങ്ങുകയാണ്. അപ്പം അതിന് മുന്നേ ഒരു റൗണ്ട് റിവൈസ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നടക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും മോഡൽ എക്സാം തുടങ്ങി കഴിഞ്ഞാൽ 2-3 തവണ കുറയാണ്ട് റിവൈസ് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടും.
അപ്പോൾ അതോർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. ഇപ്പോൾ ചെയ്യുന്ന വർക്ക് ഒരു സെൽഫ് ഡൗട്ടും ഇല്ലാണ്ട് നല്ലതായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്തുകൊണ്ട് പോവുക. എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മൾ വിശ്വസിക്കുക, അതേ ഉള്ളൂ. നമ്മൾ ഇത്രയും നാൾ ചെയ്തു വെച്ച വർക്ക് അവസാനം കൊണ്ട് എന്താ പറയുക കുളമാക്കരുത്, എനിക്കതേ പറയാനുള്ളൂ. അപ്പം എല്ലാവരും നല്ല ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് പഠിക്കുക, അതൊക്കെ തന്നെ പറയാനുള്ളൂ. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. എൻട്രൻസ് ഇസ് ഓൾ അബൌട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേൺ പരിചയപ്പെട്ടിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒട്ടും മറക്കാണ്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ചാപ്റ്ററിൽ നിന്ന് 1000 ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് വിചാരിക്കുന്ന അങ്ങനെ ടാർഗറ്റ് വയ്ക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ചെയ്ത ഒരു 250 ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യുക, NCERT വീണ്ടും വീണ്ടും വായിക്കുക. അതൊക്കെ തന്നെയാണ് മെയിനായിട്ടും ചെയ്യാനുള്ളത് നമുക്ക് ഈ ടൈമിൽ. പിന്നെ ചെയ്യുന്നത് എത്ര ചെറിയ വർക്കാണെങ്കിലും എത്ര വലിയ വർക്കാണെങ്കിലും മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുക. നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ചെയ്യുക എന്നുള്ളൊരു ഇതിൽ വിശ്വാസത്തിൽ ചെയ്യണം. എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചു തീർക്കാൻ അങ്ങനെ വിചാരിച്ച് ചെയ്യരുത്. എനിക്ക് ഇടയ്ക്കൊക്കെ അങ്ങനെ തോന്നും, അതുകൊണ്ടാണ് പറയുന്നത്. ഒബ്വിയസ്ലി നമ്മൾ എടുക്കുന്ന ഒരു സ്ട്രെസ്സ് കാരണം നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നും. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ട് ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറയുമ്പോൾ ഫിസിക്സും കെമിസ്ട്രി മാത്രമല്ല, ബയോളജി അതിൽ ഇൻക്ലൂഡഡ് ആണ്. ബയോളജി മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതെനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഞാൻ ലാസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്തൊക്കെ ബയോളജി ടെക്സ്റ്റ് വായിക്കും, ക്വസ്റ്റ്യൻ ചെയ്യും. പക്ഷേ റിവിഷൻ്റെ ടൈമിൽ മാക്സിമം നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് കവർ ചെയ്യാനുള്ള ഇതിൽ ഞാൻ ബയോളജി ക്വസ്റ്റ്യൻസ് ചെയ്യാറില്ലായിരുന്നു. NCERT വായിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ക്വസ്റ്റ്യൻ ചെയ്യണം. ക്വസ്റ്റ്യൻ ചെയ്ത് കിട്ടുന്ന ഒരു കഴിവ് അത് വേറെ തന്നെയാണ്. അതുകൊണ്ട് NCERT വായിക്കൽ മാത്രമല്ല ക്വസ്റ്റ്യൻസും ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വായിച്ച ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഞാൻ ആദ്യമേ മൈക്രോബ്സാണ് ചെയ്തത്, അത് കഴിഞ്ഞിട്ട് ബയോഡൈവേഴ്സിറ്റി വായിച്ച ഉടനെ ക്വസ്റ്റ്യൻ ചെയ്താൽ മറന്നു പോകുമെന്ന് വിചാരിച്ച്, പെട്ടെന്ന് ഓർമ്മ കാണുമെന്ന് വിചാരിച്ച് ഞാൻ മൈക്രോബ്സാണ് ആദ്യമേ ചെയ്തത്. ഇത് ആക്ച്വലി ഡാർവിൻ എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ഞാൻ ഈ അടുത്തിടക്ക് ഇൻസ്റ്റാൾ ചെയ്തതാണ്. കൊള്ളാം, കുഴപ്പമില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ബയോളജി. ഞാൻ ബയോളജി മാത്രമേ നോക്കിയിട്ടുള്ളൂ. അത് സിമ്പിൾ ക്വസ്റ്റ്യൻസ്, NCERT ബേസ്ഡ് ആണ്. ഒരുപാട് ടഫല്ല, എല്ലാം അത്യാവശ്യം ഈസി മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈസി ടു മോഡറേറ്റ് ആണ് നല്ലത്. ഞാനൊരു 10-200 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് അറ്റ് എ സ്ട്രെച്ച്. അപ്പോൾ ഈസി ടു മോഡറേറ്റ് ആണ് നല്ലത്. ബ്രില്യൻറ്റിൻ്റെ വർക്ക് ബുക്കിലൊക്കെ ക്വസ്റ്റ്യൻ കുറച്ച് ലെവലുണ്ട്. നമുക്ക് കുറച്ച് ബയോളജി ആണെങ്കിലും നമുക്ക് കുറച്ച് തിങ്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ. അപ്പോൾ നമ്മൾ ഒരു സെക്കൻഡ് റീഡിംഗ് ഒക്കെ കഴിഞ്ഞ് വർക്ക് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് പെട്ടെന്ന് ചെയ്തതാക്കാൻ നമുക്ക് ഈ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വിൽ ബി ഇനഫ്. അപ്പോൾ ഞാൻ ഇതാണ് ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബയോഡൈവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ ചെയ്തു. അത് ഞാൻ എടുത്തിട്ടില്ല തോന്നുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ടു ബി ഓണസ്റ്റ് അതൊരു 100 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളൂ. 200 എണ്ണം എന്ന് വിചാരിച്ചു, പക്ഷേ പിന്നെയും എൻ്റെ മടി എന്നെ തോൽപ്പിച്ചു. 100 എണ്ണേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അത്യാവശ്യം റിപ്പീറ്റഡായിട്ട് ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ ഞാൻ പിന്നെ 100-ലങ്ങ് നിർത്തിയതാണ്. ഇത് 200 ക്വസ്റ്റ്യൻ ചെയ്തു കേട്ടോ. അപ്പം ഇതെല്ലാം കൂടി ഒരു 1:30-ക്ക് മുന്നേ തീർന്നു ഞാൻ ആക്ച്വലി. അപ്പോൾ 1:30 ആയപ്പോഴത്തേക്കും ഏകദേശം ബയോളജിയുടെ കാര്യം തീരുമാനമാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ടാർഗറ്റിൽ ഇന്നുണ്ടായിരുന്നത് ഗ്രാവിറ്റേഷനും കെമിക്കൽ ബോണ്ടിങ്ങും ആണ് അതിൽ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ബൈ.